ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിർമ്മാല്യം തൊഴുവാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുള്ളൂ. അപ്പോൾ 3 മണിക്ക് അവിടെ നട തുറക്കുന്നു പറഞ്ഞാൽ 3:30 ആയി. ഞങ്ങൾ പോയി തൊഴുവാൻ പോവാണ്. വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് കരിക്കകം ചാമുണ്ടേശ്വരി ശ്രീ ചാമുണ്ടേശ്വരി പക്ഷേ അമ്പലത്തിലാണ് വന്നേക്കുന്നത്. തിരക്കുണ്ട്, ഓണമല്ലേ, അത് കാരണം തിരക്കുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിട്ട് തൊഴുവാനൊക്കെ പറ്റി. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ വെച്ച് എടുക്കാമെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും പാട്ടും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ടാണ് ഇപ്പം ഞങ്ങളിത് പറയണത്. നല്ല അമ്പലമാണ്. ഇവിടെ ഈ ആറ്റുകാൽ പൊങ്കാല മാതിരി പൊങ്കാലയൊക്കെ ഉള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ വന്ന് തൊഴുവണം. ഞാൻ ആദ്യമായിട്ട് വന്നതാണ്. നല്ല അമ്പലമാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ശ്രീകണ്ഠേശ്വരം, തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരം എന്ന അമ്പലത്തിലാണ്. ഇവിടെ വരാൻ പറ്റില്ല, നല്ല വലിയ അമ്പലമാണ്. നമ്മൾ അവിടെ വന്ന് തൊഴുതു, എല്ലാം കാണാനൊക്കെ പറ്റി. സുഖമായിട്ട് തിരക്കുണ്ട്, ഓണല്ലേ, അത് ഭയങ്കര തിരക്കാണ്. എന്നാലും നല്ലോണം തൊഴുവാനൊക്കെ പറ്റി. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഞങ്ങൾ കന്യാകുമാരിക്ക് പോവാണ്. അപ്പോൾ ഊണ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഗൗരി ശങ്കർ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയിട്ടാണ് ഭക്ഷണം കഴിക്കുകയാണ്. തമിഴ്നാട്ടിലാണ്. ഞങ്ങൾ കന്യാകുമാരിയിലാണ്. ദേവി വെള്ളത്തിൽ നനഞ്ഞ് കുളിച്ച് ഇരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. മലയാളികളാണ് കൂടുതലുള്ളത്. ഒരുപാട് മലയാളികളുണ്ട്. ഞങ്ങൾ അസ്തമയമൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോവുള്ളൂ. അവിടെയാണ് റൂമൊക്കെ എടുത്തേക്കണത്. ഞങ്ങളപ്പോൾ ഇന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല സ്ഥലമായിരുന്നു. നമുക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒക്കെ നല്ല സർവീസായിരുന്നു. അപ്പോൾ ഇനിയും പറ്റുകയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ എവിടെയെങ്കിലും വരുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ വരുമ്പോൾ ഒന്ന് താമസിക്കാം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ താമസിച്ച അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഗ്രീൻ റോയൽ ലിവിങ് സ്പേസ് എന്ന സ്ഥലമാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് ഇത്തിരി ഉള്ളിലേക്ക് കയറിയാണ്. പക്ഷേ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ താമസിക്കുക.